വ്ലോഗ് നമ്പർ 001. ശ്രീരാജാന്നേ. ഞങ്ങൾ മീൻമുട്ടി പോയി. മീൻമുട്ടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കിളിമാനൂർ മീൻമുട്ടി 200 ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള മീൻമുട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. കപ്പിളായിട്ടും ഫാമിലി ആയിട്ടും എല്ലാവരുമായിട്ട് ഒരുമിച്ച് വന്ന്, ഫ്രണ്ട്സായിട്ടായാലും ഒരുമിച്ച് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. കിളിമാനൂർ എന്ന് പറഞ്ഞെങ്കിൽ ഇത് കൊല്ലം ജില്ലയിലാണ്, കൊല്ലം DTPCക്ക് കീഴിലാണ് ഇത് വരുന്നത്. കാത്തൂനാണെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങി കിടക്കുന്ന സ്ഥലങ്ങൾ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവള് അടിപൊളിയായിട്ട് അത് എൻജോയും ചെയ്തു. അവിടെയൊക്കെ കുറെ കുട്ടികൾ കുളിക്കുന്നുണ്ട്. അവിടെയൊക്കെ സേഫായിട്ട് കുളിക്കാമെന്ന് തോന്നുന്നു. നമ്മളാരും അങ്ങോട്ട് ഇറങ്ങണം. എനിക്ക് പണ്ടേ ഈ പൊക്കപ്പുറത്തും താഴോട്ട് നോക്കുമ്പോൾ തല ഇറങ്ങി. ആരും പേടിക്കണ്ട, ഇതെന്റെ സ്ഥായി പാവം. കാത്തൂനാണെങ്കിൽ എന്ത് വീഡിയോ എടുത്താലും അതിൻ്റെ കൂടെ അവളെ സെൽഫി അല്ലെങ്കിൽ അവളെ വീഡിയോ എടുക്കണം. അതാണ് മെയിൻ. നല്ല രസമല്ലേ? ഈ രസമൊക്കെ കണ്ട് ചുമ്മാ ഒന്ന് കാല് കഴുകാം, ഒന്ന് മുഖം കഴുകാം, അങ്ങനെയൊന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങരുത്. ഇതൊക്കെ വഴുക്കൽ പിടിച്ച സ്ഥലങ്ങളാണ്. നമ്മൾ അപകടം എത്തി വെക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞ് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി എനിക്ക് വീഡിയോ എടുക്കണമെന്നൊരു താല്പര്യമില്ല. പിന്നെ ഇതൊക്കെ കണ്ട് നിങ്ങളെല്ലാവരും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതൊരു രസം ആണ്. ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ തെക്കോടൊക്കെ വീണാലും അതൊരു നെഗറ്റീവാണ്. ഇത് പ്ലാൻ ചെയ്തെടുത്തതെന്ന് വലിയ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ എടുക്കാൻ പറഞ്ഞ കാര്യമില്ലേ, അത് ഇത് തന്നെ. അവിടെ കയറിയൊക്കെ നിൽക്കുമ്പോഴും തെറ്റാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. എനിക്കിത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഈ പെണ്ണിനെ കാരണം. അവർക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കണം. എന്തിനു ചെയ്യാൻ പറ്റും? നടക്കേണ്ടത് ഇത് പ്രാദേശികവാസികളാണെന്നാണ് തോന്നുന്നത്. ഇവിടെയൊന്നും നമ്മൾ ഇറങ്ങാൻ പാടില്ല. ഇവിടെയൊക്കെ അപകടം പിടിച്ച സ്ഥലങ്ങളാണ്. അറിയാന്നുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും അവിടെ ഇറങ്ങിയത്. ഇപ്പം വന്ന് നമുക്ക് ഇറങ്ങി കയ്യും കാലും കഴുകിയാലേ പറ്റൂ, മുഖം കഴുകിയാലേ പറ്റുമോ എന്ന് നിർബന്ധമുള്ളവർക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. ഇവിടെ ആകുമ്പോൾ ഒരു അപകടമില്ല. കുഞ്ഞു കുട്ടികൾക്ക് വരെ വന്നിരുന്ന് കളിക്കാൻ നല്ല രസമുള്ള സ്ഥലമാണ്. നമുക്ക് ഇറങ്ങിയാൽ മുട്ടിന് താഴെ വെള്ളമുള്ളൂ. ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല രസമാണ്. നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നതൊക്കെ നല്ല രസമായിരിക്കും. ഇതൊക്കെ എൻജോയ് ചെയ്യാം. കാത്തു ഇത് കണ്ടിട്ട് ഇറങ്ങിയാണ്. നല്ല അടിപൊളി തണുത്ത വെള്ളമാണ് കേട്ടാ. കാത്തുവിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഷൂ ഒന്നും ഇട്ടുകൊണ്ട് പോകരുത്. ഷൂ ഒന്നും ഇട്ടുകൊണ്ട് പോയാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് എവിടെ വേഗം അടിപ്പിക്കുന്നത്. ഇവിടെ വെള്ളം അടിച്ച് തെറിപ്പിച്ചേക്കാം. ഇത് കണ്ടാ, ഇത് ഉള്ളില് നമ്മൾ വനത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് അകത്തൂടെ ഇങ്ങനെ പോകും. എനിക്ക് ഒരു അനാക്കോണ്ട സിനിമയാണ് ഓർമ്മ വന്നത്. ഊറ്റ് കണ്ടുപിടിച്ചു കാത്തു മാതൃകയായി. കല്ലൊക്കെ നീക്കി വരണേ. അനാക്കോണ്ടയുടെ കാര്യം പറഞ്ഞ് ഇതിനകത്ത് നല്ല മൂർഖന ഇറങ്ങി വരുമെന്തോ. പെണ്ണിനെന്തരാണെന്തോ. വേറെ ഉണ്ടാകത്ത് ഇതല്ല ഇതിനപ്പുറം ചാടിക്കള്. നമ്മൾ തിരിച്ചിറങ്ങാന്ന് വിചാരിക്കുന്നു. പതുക്കെ മുകളിലേക്ക് കയറാണ്. കാത്തൂര് വയ്യ. കാത്തൂര് ഊപ്പാടൊന്നും മോളിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോ രസം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഇപ്പൊ രസം കുറെ ആയല്ലോ. ഇനി വല്ല പുളിശ്ശേരി അങ്ങനെ പറയാം. അല്ല, ഇതാണ് വ്യൂ. വീഡിയോ എടുക്കണം കണ്ടപ്പോഴത്തേക്ക് വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് പറഞ്ഞാണ്. വെറുതെ ആണ് കേട്ടോ. മുടി കൊണ്ടിട്ടാണ് അയച്ചു പറഞ്ഞയച്ചു. ശരി, അപ്പം നമ്മൾ പോണം. ബ്ലോഗർ ചന്തുവിനോടൊപ്പം കാത്തു. മാമൻ്റെ എന്നൊരു പമ്പരം വാങ്ങിക്കാന്ന് വിചാരിച്ചു. പമ്പരം വാങ്ങിച്ചു കേട്ടപ്പോൾ നമ്മള് കണ്ടിട്ട് കാര്യം വയ്യായിരിക്കില്ല. അങ്ങനെ പമ്പരം വാങ്ങിച്ചു. ഞാൻ വണ്ടിയിൽ വെച്ചിട്ടൊന്ന് വളർത്തിയത്.
നാല് പീസ്. പിന്നെ ഒരു സാധനം കാണില്ല. അത് കാട്ടിനിടെ പോയി കുറേ നോക്കി, കിട്ടിയില്ല. അതിനു വേണ്ടി എനിക്ക് കിട്ടി. ഇവളെന്തിനൊക്കെ പറഞ്ഞെന്നെ, നിങ്ങൾക്ക് ചെവുത്തയില്ലേ, നിങ്ങൾക്ക് ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെന്തൊരു പൊടി കൊച്ചാ, കൊച്ചിന് വാങ്ങിച്ച സാധനം നിങ്ങൾക്ക് വണ്ടിയിലെത്തി പറത്തണമെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഈ ഗതി വന്നല്ലേ കണ്ട മോന്തണ്ട, അവളെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് കുട്ടീൻ്റെ ഇതാണ്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ബ്രൈമൂറോട്ട് വിട്ടു. ബ്രൈമൂറ് പോകാൻ പ്ലാനിലായിരുന്നു, പക്ഷെ അങ്ങോട്ട് വിട്ട്. ഈ പമ്പരം പൊട്ടിയതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് ഞാൻ വിചാരിച്ച് വണ്ടി അങ്ങ് ഓട്ടിച്ചാൽ മതിയല്ലേ, പാടില്ല. അപ്പോൾ ശരി, പിന്നെ കാണാം.